ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് IMN TTC സ്റ്റുഡൻസിൻ്റെയും TTC സ്റ്റുഡൻസിൻ്റെയൊക്കെ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക് സിലബസ് അനുസരിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. സോ ഐ എം രേഷ്മ. വെൽക്കം ടു കളർ പാലറ്റ് ബൈ രേഷ്മ. സ്റ്റോറി ബുക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് ഈ സ്റ്റോറീസ് എന്ന് നോക്കണ്ടേ. സോ വൈ ഡു വി ടെൽ സ്റ്റോറീസ്? കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോറീസ്. കാരണം സ്റ്റോറീസ് ഏത് പ്രായക്കാർക്കും ഫോക്കസും അറ്റൻഷനും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇമോഷണൽ ഡെവലപ്മെൻറ്റിനും കോൺജുഗേറ്റീവ് സ്കിൽസിനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മോറൽ വാല്യൂസ്, ലൈഫ് ലെസൺസ്, ക്രിയേറ്റ് സ്പോൺസ്, ഇമ്പ്രൂവ് സ്കിൽസ്, അങ്ങനെ ലിസ്റ്റ് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കഥയിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ കഥ പറയുന്ന ആൾ കഥ എന്താണെന്ന് മനസ്സിലാക്കി പറയുന്നതിലും കഥ കേൾക്കുന്ന ആൾ അതെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നതും അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ഓരോരുത്തരിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഥ ശ്രദ്ധിച്ച് പറയണം, കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമുക്ക് സ്റ്റോറി ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. ബാക്കിയുള്ളത് വഴിയേ പറയാം കേട്ടോ. ആസ് യൂഷ്വൽ കവർ പേജാണ് ഫസ്റ്റ്. ഇംഗ്ലീഷ് സ്റ്റോറീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ആണ് വരുന്നത്. ഇൻഡെക്സ് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വന്നിട്ട് നമ്മൾ സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓരോ സ്റ്റോറീസും നമ്പർ വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹെഡിങ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റോറി എഴുതിയിട്ടുണ്ട്, അതിന് മോറലും കൊടുത്തിട്ടുണ്ട്, ആപ്റ്റായിട്ടുള്ള പിക്ചേഴ്സും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ സ്റ്റോറി എന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ സിംഗിൾ പേജായിട്ട് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ മോഡലായിട്ടും ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഥപുസ്തകങ്ങളിൽ ഈ പണ്ടത്തെ മായാവിയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയും ചെയ്യാം. ഞാനിത് സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരച്ചിരിക്കുന്ന പിക്ചേഴ്സ് കുറേയൊക്കെ നമ്മൾ വരച്ചതും കുറച്ച് പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ആപ്ലിക്കേഷൻ വർക്ക് പോലെ ചെയ്തതുമാണ്. നമ്മൾ അറൗണ്ട് 40 സ്റ്റോറീസാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിലബസ് അനുസരിച്ച് അത് അത്രയും തന്നെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോറീസും അതിൻ്റെ മോറൽസും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വൈവ സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തും ഈ സ്റ്റോറീസും ഈ മോറൽസും നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാകും. നമുക്ക് വൈവ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി പറയുക, ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ള ആ ബുക്കിൽ നിന്ന് ഒരു സ്റ്റോറി പറയുക, അതിൻ്റെ മോറൽ പറയുക, അതെങ്ങനെ കുട്ടികളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുമ്പോൾ നമുക്കത് കഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാം നമ്മൾ കേട്ട് മറന്നിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനും നമ്മൾ കുട്ടികളിലോട്ട് എത്തിക്കുന്ന രീതിയിലുമായിട്ടിരിക്കും ആ മക്കളിൽ ആ കഥ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുമെന്നും അതെങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ളതും. അപ്പോൾ നമ്മൾ ഓരോ കഥയുടെയും മോറൽസ് മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ കഥകളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൺവേ ചെയ്യണം. കാരണം ഒരു പുഴ ഒരു തവണയെ മറികടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടാവും. കാരണം നമ്മളീ പറഞ്ഞു കൊടുക്കുന്ന കഥ ആദ്യമേ എന്താണോ അവരുടെ മനസ്സിൽ തെളിയുന്നത് അതേ കിടക്കും. നമ്മൾ പിന്നെ എത്ര നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് അത് കറക്റ്റാക്കാൻ നോക്കിയാലും അത് ശരിയാവില്ല. സോ കഥകളും റൈംസും കൺവേ ചെയ്യുമ്പോൾ ഇൻ എ കറക്റ്റ് പ്രപ്പോർഷൻ, ഇൻ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഓർമ്മയിൽ അതുണ്ടാവണം. അപ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ 30ാമത്തെ സ്റ്റോറി എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കഥകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനിലെല്ലാം കഥകൾ കിട്ടും. പിന്നെ ബുക്സ് അതിനകത്തുനിന്നും കഥകൾ കിട്ടും. നല്ല മോറൽസ് ഉള്ളതും പെട്ടെന്ന് പിള്ളേരിലോട്ട് എത്തിക്കാൻ കഴിയുന്നതും നമുക്കും പെട്ടെന്ന് എന്താ പറയുക എഴുതി തീർക്കാനും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്ന രീതിയിലുള്ള കഥകൾ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്റ്റോറി ബുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻ ആകും. കുറച്ചും കൂടിയൊക്കെ നമ്മളുടെ സ്റ്റൈലിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഈ എടുത്ത സ്റ്റോറീസ് എല്ലാം തന്നെ നമ്മുടെ കൂടെയുള്ളവരും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അന്നേരം ഒരു കമ്പാരിസണിലോട്ട് പോകാതെ നമ്മൾ ചെയ്തതിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അങ്ങനെ പറഞ്ഞ് 40 കഥകളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ DM ചെയ്ത് ചോദിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.